ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഒരു തെങ്ങൻ തൈ നടാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ തെങ്ങൻ തൈ നടുന്നത് ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നും എന്തൊക്കെ ചേർത്തിട്ടാണ് നടുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ തെങ്ങൻ തൈ നടാൻ വേണ്ടി ആദ്യം തന്നെ ഒരു കുഴി തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴിയുടെ വീതി നീളമെന്ന് പറയുന്നത് ഞാനിവിടെ ചെങ്കൽ പ്രദേശമായതുകൊണ്ട് ഒരു 1.5 മീറ്റർ വീതിയും നീളവും ആഴമൊക്കെ ഉള്ളൊരു കുഴിയാണ് എടുത്തിട്ടിരിക്കുന്നത്. അതിപ്പോൾ പല സ്ഥലത്തിൻ്റെ ഒരു രീതിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കുഴിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ കുഴി എടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കൽ പ്രദേശമായത് കാരണം നിങ്ങൾക്കറിയാലോ, മണ്ണ് കല്ല് പോലെ കട്ടിയായിട്ട് ഉറച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഒരു 2 കിലോ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കിലോ ഉപ്പിട്ട് കൊടുത്തിട്ട് പറയുന്നത് ഒരു 6 മാസം മുന്നേ ഒക്കെ ചെയ്യണമെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഞാനിപ്പോൾ അത് 2 ആഴ്ച മുന്നെയാണ് ഞാൻ 2 കിലോ ഉപ്പിട്ട് നല്ലപോലെ കുത്തിയിളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുഴിയുടെ ഒരു പകുതി അളവിൽ മേൽമണ്ണും വളങ്ങളും കൂടിയാണ് ചേർത്ത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ആദ്യം മേൽമണ്ണ് മാത്രം ആ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ട് മേൽമണ്ണിൻ്റെ കൂടെ കുറച്ച് മണലും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മണൽ കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ച് അളവിൽ മണലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു നല്ല രീതിയിൽ വായുസഞ്ചാരം കിട്ടാനും മണ്ണിലൊരു ഇളക്കം കിട്ടാനും നമ്മൾ ഈ മണലിടുന്നതുകൊണ്ട് സഹായമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുമ്മായം. അപ്പം ഞാനിപ്പോൾ കുമ്മായമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 കിലോ കുമ്മായമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡോളോമൈറ്റ് ആണ് ഇരിക്കുന്നതെങ്കിൽ അത് 1 കിലോ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 കിലോ കുമ്മായം നല്ലപോലെ, അത് സ്കിപ്പ് ചെയ്യരുത്, കുമ്മായം ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അർത്ഥമുള്ളൂ. മണ്ണിൻ്റെ ആ ഒരു ആസിഡിക് സോയിലൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ ആ കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മണ്ണ് ട്രീറ്റായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് മേൽമണ്ണും കുമ്മായവും കൂടി നല്ലപോലെ കുത്തി ഇളക്കിയിട്ട് മഴയുള്ള സമയത്താണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ട. അതല്ല എങ്കിൽ നല്ല പോലെ വെള്ളം ഒഴിച്ച്, അപ്പം ഞാൻ ഈ കുഴി എടുത്തിടുന്ന സമയത്തൊന്നും മഴയില്ല. അപ്പോൾ അത് കാരണം നല്ല പോലെ ഈ കുമ്മായം ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു 2-3 ആഴ്ച ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാനിപ്പോൾ ഇന്നാണ് നടുന്നത്. ഇപ്പോൾ ഇന്ന് നടന്നെങ്കിൽ 2 ദിവസം മുന്നേ അല്ലെങ്കിൽ തലേ ദിവസം ഞാൻ ഇതിനകത്തേക്ക് ചപ്പ് ചവറെല്ലാം കൂടി കൂട്ടിയിട്ടൊന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പ് ചവറെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളൊന്നും ഇടരുത്. നമ്മൾ കരിയിലയോ അതല്ലെങ്കിൽ പോച്ചയൊക്കെ ചെത്തുമല്ലോ, പറമ്പിലെ പോച്ചയൊക്കെ ചെത്തിയിട്ട് അതൊക്കെ ഇട്ടും പിന്നെ തെങ്ങിൻ്റെ വേസ്റ്റ് മടലോ ഓലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ച് ഒന്ന് എടുക്കുക. അപ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ അറിയാം, പണ്ടുള്ള കൃഷിക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയും തെങ്ങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടുന്നതിന് മുന്നേ ചപ്പയോറ് ആ കുഴീനകത്തിട്ട് പറ്റിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിന് ദോഷമായ, ചെടിക്ക് ദോഷമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മണ്ണിനകത്തുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ചിലത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നശിച്ചു പോയിട്ട് ഒന്ന് മണ്ണ് നേരെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചപ്പ് ചവറ് കൂട്ടിയിട്ട് കത്തിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കത്താനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കി മാറ്റി ഒന്ന് ലെവലാക്കി ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് ഞാനിപ്പോൾ ഈ കുഴി ഭാഗത്ത് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഓരോ നമുക്ക് നേരിട്ട് കണ്ട് തന്നെ ചെയ്യാം. അപ്പം നമ്മളിപ്പം തെങ്ങിന് ഞാൻ അടിവളം ചേർത്താണ് നടാറുള്ളത്. അപ്പോൾ പലരും പല രീതിയിലാണ്. ഇപ്പം ഞാൻ നടാറുള്ളത് അടിവളം നല്ലപോലെ ചേർത്തിട്ടാണ്. നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന തെങ്ങൻ തൈയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കുറച്ച് നാളായി നല്ലപോലെ ഇരുന്ന് തെങ്ങൻ തൈയാണ് അപ്പോൾ അത് നടാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേരൊന്നും ചെത്തി ഒരുക്കുന്നില്ല, ഡയറക്റ്റ് അങ്ങ് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളം ചേർക്കുന്നുണ്ട്. അപ്പം ചേർക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടി എന്ന് ചേർക്കുമ്പോൾ പലരും ചോദിക്കാൻ അളവ് എത്രയാണ്. ഞാൻ ആദ്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാണകപ്പൊടി ചേർക്കുന്നത് ഒരു വളത്തിനുപരി നമ്മൾ മണ്ണിനൊരു ഇളക്കം കിട്ടാൻ. അപ്പോൾ നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ വേരുകൾ ഓടണമെങ്കിൽ, വേരുകൾ സഞ്ചരിച്ച് ചെടികൾ വളരണമെങ്കിൽ ആ മണ്ണിന് നല്ലൊരു ഇളക്കം കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോഴും പറയാറുള്ളത്, മണ്ണ് നല്ല ഇളക്കമുള്ളതാണെങ്കിൽ അതിൻ്റെ വേരുകൾ നല്ല പോലെ ഓടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും വെള്ളവും എല്ലാം വലിച്ചെടുത്ത് നല്ല രീതിയിൽ കരുത്തോടുകൂടി വളരത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീടുകളിൽ പഞ്ചസാരയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അറിയാം, പാക്കറ്റിലൊക്കെ ഇരിക്കുന്ന പഞ്ചസാര അതിനകത്ത് കുട്ടികൾ കൈയിട്ടിളക്കുന്നൊരു കാണാറുണ്ട്. അപ്പം നമ്മളുമൊക്കെ കുഞ്ഞിലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു സ്മൂത്തായിട്ട് നമുക്ക് വിരലിൻ്റെ ഇടയിൽ കൂടി ഇട്ട് ഓടാം. ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റും. നല്ലപോലെ മറ്റ് സാധനങ്ങളിൽ കൈയിടുന്നതിനെക്കാട്ടി നല്ലപോലെ വിരൽ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഈ മണ്ണ് ആ ഒരു ഇളക്കം വരേണ്ടത്. നമ്മളെ ചെടികളുടെ വേര് നല്ല സ്മൂത്തായിട്ട് നമ്മളെ കൈ ഓടുന്ന പോലെ തന്നെ
അതിൻ്റെ ഇടയിൽ കൂടെ നല്ലപോലെ വേര് സഞ്ചരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ചാണകപ്പൊടിയാണ്, നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത്. പച്ചമയമായിട്ടുള്ളത് ചാണകപ്പൊടി നമ്മൾ ഇടില്ല, നല്ല ഉണങ്ങിയ. ഞാനിതിപ്പോൾ ഒരു 10 കിലോ ചാണകപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കമ്പോസ്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. നമ്മൾ കോഴിക്കാഷ്ടം ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത്, അതിൻ്റെ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഈ പച്ചിലകളും ഉണക്കക്കരിയിലും എല്ലാം കൂടി ഇട്ടുള്ള കമ്പോസ്റ്റ് ആണെങ്കിൽ അത്, മണ്ണിര കമ്പോസ്റ്റ് ആണെങ്കിൽ അത്, ഏത് വേണമെങ്കിലും ജൈവ കമ്പോസ്റ്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത് ഞാൻ ചേർക്കുന്നത് ചാരമാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി അതിനകത്ത് ചപ്പയോറെല്ലാം ഇട്ട് പറ്റിച്ചിട്ട് ചാരത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. എന്നിരുന്നാലും ചാരം എപ്പോഴും നമ്മൾ തെങ്ങ് അല്ലെങ്കിൽ വാഴയൊക്കെ നടുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചേർക്കാറുള്ള ഒന്നാണ് ചാരം എന്ന് പറയുന്നത്. ദോഷമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഏറെ ചാരം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത് ചേർക്കുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയാണ് ചേർക്കാറുള്ളത്. വേപ്പിൻ പിണ്ണാക്ക് 3 കിലോ, അതുപോലെ തന്നെ എല്ലുപൊടിയും 3 കിലോ രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഉറപ്പായി ചേർക്കുക. ഈ ചെതലിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കരിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെങ്കിൽ ചിലത് ചെതലരിക്കുന്ന കാണാം. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇത് ഇത്രയും കൂടി ചേർത്ത് അടിവളം തയ്യാറാക്കി മണ്ണിനകത്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കുഴിയെടുത്ത് തെങ്ങും തൈ നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നടുഭാഗത്ത് ചെറിയൊരു കുഴിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗ് അല്ലെങ്കിൽ നമ്മൾ കയ്യിലിരിക്കുന്ന തെങ്ങും തൈ ഇറക്കി ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് അത് എങ്ങനെയാണ്, മണ്ണിൻ്റെ മേലെയാണോ കറക്റ്റ് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിത്തിരി പൊങ്ങിയിരിക്കണം. ആ തേങ്ങയുണ്ടല്ലോ, തേങ്ങയുടെ കണ്ണ് ഭാഗം മൂടാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ മണ്ണിൻ്റെ ലെവൽ ഒന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ ഇരിക്കുക, എന്നിട്ട് ചരിവ് വേണം. ആ രീതിയിൽ വേണം നമ്മൾ മണ്ണ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് നോക്കി, ഈ ഒരു വലിപ്പം മതിയൊന്ന് കറക്റ്റാണ്. ഇനി നമുക്കത് ഗ്രോ ബാഗ് പൊട്ടിച്ചിട്ട് ഒന്ന് വെച്ചേക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആ മണ്ണ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നമ്മളിതുപോലെ നൈഫോ അതല്ലെങ്കിൽ ചെറിയ ബ്ലേഡോ കൊണ്ട് താഴ്ഭാഗത്തുനിന്ന് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് പതുക്കെ നമ്മൾ പിന്നെ ഗ്രോ ബാഗ് പിടിച്ച് പൊക്കരുത് കേട്ടോ. അല്ലാതെ പിടിച്ച് പൊക്കിയിട്ട് ഇതിങ്ങനെ ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുഴിയിലേക്ക് ഇത് കൊണ്ട് വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ആ മുകൾ ഭാഗത്ത് ഗ്രോ ബാഗിൻ്റെ സൈഡിൽ വശത്ത് പിടിച്ചിട്ട് പതുക്കെ അങ്ങ് പൊക്കിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ പതുക്കെ പൊക്കിയെടുത്ത് കഴിയുമ്പോൾ കണ്ടോ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്രോ ബാഗിന് മാറ്റാം. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ വേരുകളോ അതൊന്നും പൊട്ടിയിട്ടില്ലതേ ഉണ്ടോ. ഞാനിത് മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. നല്ലപോലെ അടിയിലോട്ട് വേരിറങ്ങാറായിട്ടുണ്ടായിരുന്നു, നല്ലപോലെ വേരിറങ്ങിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. അത് കാലുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടുകയാണ്. എനിക്കതൊരു വാക്ക് കേട്ടോ. തൂമ്പ കൊണ്ടൊക്കെ ഇടാം. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് കുറേശ്ശെ മണ്ണിട്ടിട്ട് കണ്ടോ, ഇതുപോലെ ചെരുപ്പിട്ട് ഉറപ്പിക്കരുത് കേട്ടോ. നമ്മളെ കാല് വെച്ചുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ഉറപ്പിക്കുക കണ്ടോ. ഇതുപോലെ ചവിട്ടി ഉറപ്പിക്കണം. പിന്നെയും മണ്ണിട്ട് അപ്പോൾ നമ്മൾ മണ്ണിട്ട് ചവിട്ടി ഉറപ്പിക്കുമ്പോൾ നമുക്കറിയാം പിന്നെയും വെള്ളം ഒഴിച്ചാൽ അത് എത്രമാത്രം താഴുമെന്നുള്ളത് നമുക്കൊരു അളവറിയാൻ സാധിക്കും. നമ്മുടെ കാല് വെച്ച് നല്ലപോലെ മണ്ണ് ചവിട്ടി ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണ് കൊത്തി ഇളക്കി കണ്ടോ, ഇതുപോലൊരു ചരിവ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴായാലും ഇനി മഴ പെയ്തിട്ടായാലും വെള്ളം വീഴുമ്പോഴായാലും ഒന്നും അതിൻ്റെ ചുവട്ടിൽ വെള്ളം തങ്ങി നിൽക്കരുത്, കെട്ടി നിൽക്കരുത്. അപ്പോൾ അതേണ്ട നമ്മൾ മണ്ണിങ്ങനെ വെട്ടി ലെവലാക്കി മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഇടുക മാത്രമല്ല, അത് നല്ലപോലെ ഉറപ്പിച്ച് നിർത്തണം കേട്ടോ. നമ്മൾ പിന്നെ വെള്ളമൊക്കെ കൊടുക്കുമ്പോഴതിങ്ങനെ ഒലിച്ചു പോവും. അപ്പോൾ കൈ കൊണ്ടോ കാൽ കൊണ്ടോ ഒക്കെ ഇതുപോലെ ഒന്ന് തട്ടി ഉറപ്പിച്ച് കൊടുക്കുക. ഒരുപാട് ഇതാക്കണ്ട കണ്ടോ. ഇതുപോലൊന്ന് ചെറിയൊരു ബലം കൊടുത്ത് ഉറപ്പിച്ച്, നമ്മൾ ഇത്രയും നേരം ഇവിടെ ഒരു ബലം കൊടുത്തിട്ടില്ല, സൈഡാണ് ഉറപ്പിച്ചത്. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ബലം കൊടുത്തിട്ട് ഉറപ്പിച്ച് നിർത്തുക. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ചെറിയ കുറ്റിയൊക്കെ അടിച്ച് 2 സൈഡിൽ ഒരു കുറ്റിയൊക്കെ അടിച്ചിട്ട് ഇതൊന്ന് കെട്ടി വെക്കുക. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത്ര വലിയ തെങ്ങും തൈ അല്ല. നിങ്ങൾ കുറച്ച് നല്ല വലിയ തെങ്ങും തൈ, ഓലയൊക്കെ വിരിഞ്ഞിട്ടുള്ള തെങ്ങും തൈ ആണെങ്കിൽ അതൊന്നും ആടാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്ന് കുറ്റിയൊക്കെ അടിച്ചിട്ടൊന്ന് കെട്ടി വെക്കുക. 1-2 ആഴ്ച അങ്ങനെ ഒന്ന് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഈ കാറ്റോ മഴയൊക്കെ വരുമ്പോൾ അത് ആടാതിരിക്കും, ഒന്ന് വേര് പിടിച്ചു വരും. ഇതുപോലെ ആക്കിയിട്ടാണ് നമ്മൾ വെക്കാറുള്ളത്.
അപ്പോൾ ഇനിയിപ്പം മഴയൊക്കെ ഉള്ളത് കാരണം ഞാൻ പ്രത്യേകിച്ച് വലിയ രീതിയിൽ ജലസേചനം കൊടുക്കണ്ട. നല്ല മഴക്കാറുണ്ട്, വെയിലുണ്ടെങ്കിലും മഴക്കാറുണ്ട്, മഴയുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കിട്ടും. അപ്പം പലരുടെയും ഒരു സംശയം ഇനി അടുത്തത് ഈ മഴ സമയത്ത് നമ്മുടെ തെങ്ങിൻ തൈ വെക്കാവോ എന്നുള്ളതാണ് കേട്ടോ. സാധാരണ രീതിയിൽ ഒരു മെയ് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറുതായിട്ട് മഴ കിട്ടിത്തുടങ്ങും, ഒരു വേനൽ മഴ കിട്ടിത്തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മൾ തെങ്ങിൻ തൈയൊക്കെ നടാറായിട്ട് ഇതേപോലെയൊക്കെ ചെയ്യാറുള്ളത്. ഈ കടുത്ത മഴയുള്ള സമയത്ത് നമ്മൾ നടില്ല പൂർണ്ണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടുള്ള ഭാഗത്താണ് നമ്മൾ ഈ കടുത്ത മഴ സമയത്ത് നടത്തില്ല. അപ്പോൾ ഇവിടെ ആ ഒരു പ്രശ്നമില്ല, വെള്ളം കെട്ടുന്ന പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് നടുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തെ അനുസരിച്ചിട്ട് വേണം തെങ്ങിൻ തൈ നടാനൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നടുക. നടുമ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് നടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ തെങ്ങിൽ നിന്ന് നമുക്ക് കായ്കളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.